വലിയ വിഭാഗം, നമ്മളെപ്പോലെയുള്ളതല്ലാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാർ ഒന്നെങ്കിൽ ഈ പറയുന്ന ആൾ തെറ്റ് ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്നു, ഈ അക്യൂസ്ഡ് തെറ്റ് ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നു ഈ അക്യൂസ്ഡ് കോടതി വെറുതെ വിട്ടു, തെറ്റ് ചെയ്താണെങ്കിലും അത് കണക്കായി പോയി എന്ന് വിശ്വസിക്കുന്ന രണ്ട് വിഭാഗം ആൾക്കാരാണുള്ളത്. ഈ രണ്ട് വിഭാഗത്തിനെയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവർക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഈ വീഡിയോ പ്രചരിപ്പിച്ച മാർട്ടിൻ്റെ വീഡിയോ ആരൊക്കെ പ്രചരിപ്പിച്ചോ അവരെല്ലാവരും ചെയ്യുന്നത് ഒരു BNS ഒഫൻസ് ആണ്. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഈ അതിജീവിതയുടെ പേര് പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പറ്റി പറയുക, അവരെ മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാന്ന് പറയുന്നത് ഒഫൻസാണ്, BNS ഒഫൻസാണ്. ആ ഒഫൻസിന് 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസാണ്. ഇത് ചെയ്യുന്ന ഓരോ വ്യക്തിയും, ഈ വീഡിയോ റീഷെയർ ചെയ്യുന്ന, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയും ചെയ്യുന്ന അത് തന്നെയാണ്. സോ ഇതിനെ പറ്റിയൊന്നും ലീഗലി അവർക്ക് യാതൊരു ധാരണയില്ല. ഞാൻ ശരിക്കും ഈ വിധി വന്നപ്പോൾ ആലോചിച്ചിരുന്നു, ഇനിയെങ്കിലും ആ വ്യക്തി, ഈ പെർട്ടിക്കുലർ ആക്ടർ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യണം. കാരണം എന്തോ അയാൾക്കെതിരെ പ്രത്യേകിച്ച് തെളിവുകൾ കൃത്യമായിട്ട് വന്നില്ല എന്നുള്ളൊരു കാരണത്താണ് അയാൾ അത് ചെയ്തില്ല എന്ന് പറയാൻ ഞാനോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോ ആരും ദൈവമല്ല. നമ്മൾ ആരും ഇത് കണ്ടിട്ടില്ല. ഇത് അനുഭവിച്ച സ്ത്രീക്കും അതിന് ചുറ്റുമുള്ള ആൾക്കാർക്കും മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഈ കേസ് നടത്തിയ വക്കീലിനും. ഇത്ര ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ധാരണയുള്ളൂ. പക്ഷേ ഇയാൾ ഇത് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇയാൾ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നത് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അത് ശരിയാവാനുള്ള സാധ്യതയാണ് ഞാനും കൃത്യമായ ശുദ്ധികലശം. അതായത് ഇപ്പോൾ അവർക്ക് വേണ്ട ഒരു വിധി കിട്ടി, ഇപ്പോൾ തെളിവുകളുടെ അഭാവത്തിലാണെങ്കിലും എന്താണെങ്കിലും ജുഡീഷ്യറിയിൽ നിന്ന് അവർ വിചാരിച്ച പോലെ ഒരു വിധി അവർക്ക് കിട്ടി. ഇനി അവർക്ക് ബാക്കിയുള്ളവരെയും കൂടി വിശ്വസിപ്പിക്കണം ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിക്ടിം തന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വിക്ടിമിന്റെ കൂടെ നിന്ന ആൾക്കാർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിജീവിതയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെയും അതിജീവിതയും താറടിക്കുക, അവരെ കാര്യമായിട്ട് ഉപദ്രവിക്കുക. ഇനി ഇത് പകയുടെ ഒരു സമയമാണ്. ഇത്രയും കാലം ഇവർ അനുഭവിച്ചു എന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ, ഈ ഒരു ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഈ പറയുന്ന ആക്ടർ തകർന്നടിഞ്ഞു മണ്ണായത് നമ്മളെല്ലാവരും കണ്ടതാണ്. അയാൾക്ക് ഉറപ്പായിട്ടും പാമ്പിന്റെ പകയുണ്ടാവും. അയാൾ പക വീട്ടാൻ ഈ സാഹചര്യം മുതലെടുക്കുകയാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ അവരുടെ കൂടെ ഉണ്ട്, നമ്മൾക്കിത് മനസ്സിലാവും, നമ്മൾ ആരും പൊട്ടന്മാരല്ല എന്ന് പറയാം. കോടതിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. തെളിവുകളില്ലാത്തൊരു കേസിൽ, ഇത്ര കൃത്യമായിട്ട് അയാളോട്ട് ലീഡ് ചെയ്യാൻ പറ്റാത്ത എല്ലാവരെയും അയാൾ വില കൊടുത്ത് മേടിച്ചൊരു കേസിൽ കോടതിക്ക് ഒരിക്കലും ഉള്ള തെളിവുകൾ വെച്ചിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നതെന്ന് പറഞ്ഞൊരു വിധി എഴുതാൻ പറ്റില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഈ വിധി വന്നാൽ എന്തായിരുന്നു ആ വ്യക്തി ചെയ്യേണ്ടത് എന്നുള്ളതിലുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക, മിണ്ടാതിരിക്കുക. ചെയ്തോ പണി കിട്ടിയില്ലേ മിണ്ടാതിരിക്കുക, അത് ചെയ്യാതെ അതിന് പകരം ഇത് ചെയ്യുന്നത് ഉറപ്പായിട്ടും അപ്പീൽ കോടതിയിൽ ഇയാൾക്ക് ഇത് തിരിച്ചടി.